ഉണ്ടാക്കാതെ ഒരാൾക്കും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മൾ ജീവിക്കുക. അള്ളാഹു ഭാഗ്യം എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ചെറിയ ചെറിയ വൈരാഗ്യത്തിന്റെ പേരിൽ, ചെറിയ ചെറിയ വാശിയുടെ പേരിൽ, ചെറിയ ചെറിയ പകപോക്കലിന് വേണ്ടിയിട്ട് പരസ്പരം വിദ്വേഷം വെച്ച് നടക്കുന്ന ആളുകൾ. ഇടടുത്ത് ഒരു ഒരു ഉമ്മ എനിക്ക് വിളിക്കുകയാണ്. നമ്മള് ലൈവിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ള ഒരു ഉമ്മ. ആ ഉമ്മ യൂട്യൂബിൽ നിന്ന് ഇവിടെ നമ്പർ കിട്ടിയിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. നിങ്ങൾ ക്ലാസ്സിൽ ഞങ്ങൾ 3-4 ദിവസം ഇങ്ങനെ പങ്കെടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഉമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്താ പറഞ്ഞറിയോ? ആ ഉമ്മയുടെ ഭർത്താവിന്റെ പെങ്ങള് ആ ഒരു പെങ്ങള് ഈ ഒരു ഫാമിലിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ചെറിയൊരു പ്രശ്നം ചെയ്തിട്ടുണ്ട്, സിഹർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഉമ്മ പറയുമ്പോ തന്നെ ആ ശബ്ദം ഇടറുന്നുണ്ട്. അപ്പൊ അതിന് മാത്രം എന്തോ പ്രയാസത്തിലാണ്. എന്താ സംഭവം എന്നറിയോ? ഭർത്താവ് അവർക്ക് ആ പെങ്ങളുടെ കല്യാണ സമയത്ത് ഒന്നും കൊടുത്തിട്ടുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഫാമിലിക്ക് ഇപ്പൊ ഉഷാറായി സാമ്പത്തികമായിട്ട് ഒന്ന് പുരോഗതിയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് സിഹർ ചെയ്തിട്ടുള്ളതിന്റെ പ്രിയ മുഅ്മിനീങ്ങളെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. സിഹറാണ് ഏറ്റവും വലിയ അക്ബറുൽ കബായിറാന്റെ പ്രിയമുള്ളവനെ. ഒരാളെ നശിപ്പിക്കാന് നമ്മള് അയാളെ മുമ്പിൽ തന്നെ പോകണമെന്നില്ല. ഈ സിഹർ ചെയ്തിട്ടാണ് പലവരും ആളുകൾ ചെറിയ വാശിയുടെയും വിദ്വേഷത്തിന്റെയും പേരിൽ ചെയ്യുന്നത്. എന്തെങ്കിലും ചില കാര്യങ്ങളൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. സിഹർ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തൗബ ചെയ്യാതെ പുറത്തു തരുന്ന ഒരു കാര്യമല്ല. എന്റെ പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹിനെ സൂക്ഷിക്കേണ്ട വലിയ കാര്യമാണ്. കാരണം ഈ സിഹിർ എന്ന് പറയുന്നത് അക്ബറുൽ കബായിറാണ്. കബായിർ എന്ന് പറഞ്ഞാൽ വലിയ ദോഷങ്ങളാണ്. അക്ബർ ഏറ്റവും വലുതാണ്. അപ്പൊ കബായിർ വലിയ ദോഷങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ ദോഷമാണ് സിഹിർ ചെയ്യുക എന്നുള്ളത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് ഈ സിഹിർ ചെയ്യുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പറയാതെ വയ്യ, പറയുന്നത് എന്നോട് തോന്നരുത്, ഒരുപാട് സ്ത്രീകളാണ് ഈ ഒരു വിഷയത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് എന്നാണ് വളരെ സങ്കടമായിട്ടുള്ള വിഷയം. ഒരുപാട് ഉമ്മമാര് എന്റെ വീടിന്റെ ഭാഗത്തൊക്കെ ഉണ്ട് ഈ ജോലിപ്പണി ചെയ്യുന്ന ആളുകൾ. അവരുടെ അടുത്തൊക്കെ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അറിയാതെ നോക്കിപ്പോയി കഴിഞ്ഞാൽ നല്ല ഫർദട്ട് കാണുന്ന താത്താരുണ്ടാവും. അവിടെ വീടിന്റെ ആ ഉമ്മറപ്പടിയിൽ ഇരിക്കുന്നുണ്ടാവും, മാസ്ക് ഒക്കെ ഉണ്ടാവും, അല്ല ആളെ തിരിച്ചറിയാതിരിക്കാൻ. കാഫിറായി പോകും എന്റെ പ്രേമനിങ്ങളെ, കാഫിറായി പോകും. കാരണം അള്ളാഹുവിനെയും അള്ളാഹു റസൂൽ അംഗീകരിക്കാതെ, അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളെ അവിടുന്ന് അംഗീകരിക്കാതെ മറ്റുള്ള ക്രിയവക്രിയങ്ങൾക്ക് പോകുന്ന ആളുകളാണ് ഈ ഈമാൻ കിട്ടാതെ ചത്തു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അള്ളാഹു ഈമാൻ ഒന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അത്രക്കും ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ സിഹിർ എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ നമ്മളെ ഫാമിലി ആവും, നമ്മളെ എന്തെങ്കിലും ബന്ധമാവും, എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ 100 റുപ്യ അല്ലെങ്കിൽ ഒരു 500 റുപ്യൊക്കെ ചെലവുണ്ടാവുള്ളൂ. പക്ഷെ അത് ഏൽക്കുന്നവർക്ക്, ആ പൈശാചികമായിട്ടുള്ള പ്രശ്നം ഏൽക്കുന്നവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാവുക. നമ്മൾ കാരണം ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുതിന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. നമ്മൾ കാരണം ഒരാളും വിഷമിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അല്ലാഹു രക്ഷിക്കുമാറാവട്ടെ. അതേ അവസ്ഥ തന്നെയാണ് ഈ സിഹിർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല എന്ന് പറയാം. അത് പഠിക്കൽ ഹറാമാണ്, അതിന് പോകൽ ഹറാമാണ്, അതിന് വണ്ട് വിളിക്കലും ഹറാമാണ്, അതിന് പൈസ കൊടുക്കലും ഹറാമാണ്, അതിന്റെ സന്ദേശങ്ങൾ അറിയിച്ചു കൊടുക്കലും ഹറാമാണ്. അത്രക്കും വലിയ പാതകമാണ്, പാപമാണ്, തിന്മയാണ് സിഹിർ എന്ന് പറയുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആ സിഹിർ ബാധിച്ചു കഴിഞ്ഞാൽ അത് ബാത്തിലാക്കാനും വലിയ പ്രയാസാണ്. ഒരുപാട് മരുന്നുകൾക്ക് പരിശുദ്ധമായ ഖുർആനിലുണ്ട്. ആ പരിശുദ്ധമായ ഖുർആനിലെ മരുന്നുകൾക്ക് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സിഹിർ ബാത്തിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതിന്റെ പ്രയാസം ചെയ്തവരൊരിക്കലും അറിയുന്നില്ല. ചെയ്തവർ പക്ഷെ നമ്മുടെ പതനം, നമ്മുടെ നാശം ആലോചിച്ചിട്ട് സന്തോഷപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവും. അള്ളാഹു നമ്മൾ അത്തരം വിഭാഗങ്ങൾ പെടുത്താതിരിക്കുമാറാവട്ടെ. എന്ത് തന്നെ സാഹചര്യം വന്നാലും ലാസ്റ്റ് ഓപ്ഷൻ ആണെങ്കിലും ഈ ഒരു പരിപാടിക്ക് നിൽക്കരുത് എന്റെ പ്രിയ മുഅ്മിനീങ്ങളെ. നമ്മൾ തൗബ ചെയ്താലും അള്ളാഹ് തൗബ സ്വീകരിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. എന്നിട്ടല്ലേ അള്ളാഹ് നമ്മൾ ആ തൗബ സ്വീകരിക്കോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്. കാരണം ആദ്യം ആ മനുഷ്യനോട് പോയി പൊരുത്തപ്പെടിപ്പിക്കണം. ആ പൊരുത്തപ്പെടിപ്പിച്ചിട്ട് അവൻ പൊരുത്തപ്പെട്ട് തന്നാലേ നമ്മൾ തൗബ അള്ളാഹ് സ്വീകരിക്കുള്ളൂ എന്നാണ്. അപ്പോ
അത്തരം പാതകമാണ്, വലിയ പാവമാണ് എന്റെ പ്രിയ മുഅ്മിനീങ്ങൾ. പറയാൻ വയ്യ, സാഹചര്യം കൊണ്ട് പറഞ്ഞു പോവുകയാണ്. അള്ളാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ സിഹർ ബാധിച്ചുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ നഷ്ടപ്പെട്ട് ഒരുപാട് തരിപ്പണമായി പോകുന്ന സാഹചര്യം ഒരുപാട് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ ആളുകളാണ് ഞാനൊക്കെ. എന്റെ ഉസ്താദിന്റെ അടുക്കൽ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരുപാട് വരുമ്പോ ആ ഉസ്താദ് പറഞ്ഞിരുന്ന ഒരുപാട് കഥകളുണ്ട്. സിഹർ ബാധിച്ചുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ വരുന്ന സംഭവിക്കുന്ന കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകും. സ്വന്തം ഭാര്യ ചെയ്യുന്ന സിഹറുണ്ടാകും, മാതാപിതാക്കൾ മക്കൾക്ക്. എന്തിനാ എന്റെ പ്രേമോപനികൾ ഇതൊക്കെ ചെയ്യുന്നത്? എന്തിനാണ്? നമ്മളെ ചോര, നമ്മളെ കൂടപ്പിറപ്പാണ്, നമ്മളെ ചോരയാണ് അവരൊക്കെ. അവരെ നശിപ്പിക്കാനല്ല നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടത്. അവർക്ക് നമ്മൾ കാരണം ഒരു പ്രയാസങ്ങൾ ഉണ്ടാവരുത്. വേറെ വല്ല രൂപത്തിൽ അക്രമം ചെയ്താലോ അക്രമം നമുക്ക് പൊരുത്തപ്പെടിപ്പിക്കാം. സിഹർ എന്ന് പറയുന്നത് അത്രക്കും മാരകമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെയാണ്